സ്നേഹാവസ് ആണ്. നാളത്തെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ് പട്കഥ എന്ന് പറയുന്നത്, അതായത് തിരക്കഥ എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഒരു സിനിമയാകുമ്പോൾ അതിനൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ, അതേപോലെ നിങ്ങളോടും തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ അത് ചോദിച്ചാൽ മക്കൾ ടെൻഷൻ ഒന്നും ആവേണ്ട. ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് അങ്ങ് പഠിച്ചിട്ട് പോകാം. നമുക്കൊക്കെ ബോക്സിൽ എന്ത് ചെയ്യും, ഒരു ഭാഗം തന്നിട്ടുണ്ടാകും. ആ ഭാഗത്തിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്തേണ്ടി വരിക, നമ്മുടെ പട്കഥ എഴുതേണ്ടി വരിക. അപ്പൊ ആദ്യം എന്തിട്ട് കൊടുക്കണം, സീൻ 1 എന്ന് പറഞ്ഞിട്ട് സീൻ 1 സീൻ 2 ഇഷ്ടമുള്ള സാധനം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ സ്ഥാൻ, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് ആ ഒരു സ്ഥലം ഇട്ട് കൊടുക്കണം. പിന്നെന്താണ്, സമയം ഇട്ട് കൊടുക്കണം. ഇപ്പൊ രാത് 11 ബജെ, രാത്രി ഒരു 11 മണി, അല്ലെങ്കിൽ സുബ 9 ബജെ, രാവിലെ 9 മണി എന്ന് പറഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സമയം കൃത്യമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെന്താണ്, പാത്രം മീൻസ് എന്താണ്, കഥാപാത്രങ്ങളാണ്. കഥാപാത്രം ഏതൊക്കെ, അപ്പം നട്ട്ഖട്ടിനെയും ചട്പട്ടിനെയും പാടത്തുനിന്നാണ് വന്നിച്ച് നട്ട്ഖട്ട് ഓർ ചട്പട്ട് എന്ന് പറഞ്ഞിട്ട് മക്കൾ എഴുതി കൊടുക്കുന്നു. ഉംറ മീൻസ് എന്താണ്, ഏജ് ആണ്, വയസ്സാണ്. ഇത് കൃത്യമായിട്ട് ഈ ഓർഡറിൽ തന്നെ മക്കൾ എഴുതി കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഉംറ എന്ന് വെച്ചാൽ ഏജ് ആണ്. ഇപ്പൊ നട്ട്ഖട്ടിന്റെ വയസ്സ് എഴുതി കൊടുക്കുക, ചട്പട്ടിന്റെ വയസ്സ് എഴുതി കൊടുക്കുക. ഇത് ആ പാടത്തുനിന്ന് മാത്രമല്ല, ഏത് പാടത്തുനിന്നും വരാം കേട്ടോ. നമ്മുടെ രാജീവിന്റെ പാടത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്, ഗർ പേട് താരക്ക് യാതെന്ന് വരാൻ സാധ്യതയുണ്ട്, ഏതെന്ന് വേണമെങ്കിലും വരാം കേട്ടോ. പിന്നെന്താണ്, ഉംറ കഴിഞ്ഞാൽ വേഷഭൂഷ ഇട്ട് കൊടുക്കുക. വേഷഭൂഷ മീൻസ് എന്താണ്, ഡ്രസ്സ് ഇട്ട് കൊടുക്കുക അല്ലെ, ഏത് ക്യാരക്ടേഴ്സിനനുസരിച്ച് ഡ്രസ്സ് ഇടിപ്പിച്ചു കൊടുക്കുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് എഴുതി കൊടുക്കുക, സബ് സാധാരണ കപ്പടെ പഹനിയെ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാവരും സാധാരണമായ ഒരു ഡ്രസ്സ് എന്തിട്ടുണ്ട്, പെഹനേ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്താണ് പിന്നെ ഘടന എന്താണോ അവിടെ സംഭവിക്കുന്നത് അത് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക. അത് വേണമെങ്കിൽ മക്കൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, കഥാപാത്രം 1 കഥാപാത്രം 2 സംസാരിക്കുന്നത് എഴുതണം അല്ലെ. അപ്പം സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ വെറും ഈ ഒരു സംഭവം മാത്രമല്ല, അവർ തമ്മിലുള്ള കോൺവെർസേഷനും നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ കഥാപാത്രം 1 കഥാപാത്രം 2 നല്ല മക്കൾ ഇടേണ്ടത്. ഏതാണോ ക്യാരക്ടർ ആ ബോക്സിന്റെ ഉള്ളിൽ തന്നിട്ടുള്ളത് ആ ക്യാരക്ടറിന്റെ പേര് കൃത്യമായിട്ട് ഇവിടെ എഴുതി കൊടുക്കണം. എന്നിട്ട് എന്താണ്, അവരുടെ സംഭാഷണം എഴുതണം. കുറച്ച് സംഭാഷണം നമുക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മുടെ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അത് തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 4 മക്കൾക്ക് എത്ര കിട്ടും, ഒരു 3 മാർക്കൊക്കെ കിട്ടും. ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്, കുറച്ച് സംഭാഷണം എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ മക്കൾക്ക് 3 മാർക്കോളം കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ പട്കഥ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മാർക്ക് മക്കൾ കുറയ്ക്കാൻ പാടില്ല. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഫോർമാറ്റ് പഠിച്ചിട്ട് പോവുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, അത് ദൃശിക്ക അന്ത് എന്ന് പറഞ്ഞിട്ട് ഒരു എൻഡിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ നാളത്തെ എക്സാമിന് നന്നായിട്ട് ഇത് പഠിച്ചിട്ട് പോയിക്കോളാം. ബൈ.